ഇന്ത്യൻ ഫുട്ബോൾ ആരാധകർ കാത്തിരുന്ന ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫെബ്രുവരി 14-ന് ആരംഭിക്കുമെന്ന പ്രഖ്യാപനം വന്നുവെങ്കിലും കാര്യങ്ങൾ ആരാധകർ കരുതും പോലെ അത്ര സുഖകരമല്ല. സീസണിലെ ആദ്യ മത്സരത്തിനായി കൊൽക്കത്ത ഡെർബി പ്ലാൻ ചെയ്തിരുന്നുവെങ്കിലും ക്ലബ്ബുകൾ സമ്മതിച്ചില്ല. അതിനാൽ തന്നെ ഐഎസ്എല്ലിന്റെ ഫിക്ചേഴ്സ് ഇപ്പോഴും അനിശ്ചിതത്വത്തിലാണ്. ഈ പുതിയ പ്രതിസന്ധിക്ക് പ്രധാന കാരണമായത് സ്റ്റേഡിയങ്ങളുടെ അൺഅവൈലബിലിറ്റിയാണ്. വെറും 3 ക്ലബ്ബുകൾക്ക് മാത്രമാണ് സ്വന്തമായി ഗ്രൗണ്ട് ലഭ്യമായിട്ടുള്ളത്. ബാക്കിയിടങ്ങളിൽ രാഷ്ട്രീയ പരിപാടികളും സംഗീത നിശകളും നടക്കുന്നതാണ് ക്ലബ്ബുകളെ വെട്ടിലാക്കിയത്. നമ്മുടെ ബ്ലാസ്റ്റേഴ്സിനും ഇതേ പ്രതിസന്ധിയുണ്ട്. കൊച്ചിയിലെ ടർഫ് റെഡിയാവാത്തത് മൂലം ഹോം മാച്ചുകൾ കോഴിക്കോട്ടേക്കോ മലപ്പുറത്തേക്കോ മാറ്റാൻ വേണ്ടി ക്ലബ്ബ് ഒഫീഷ്യൽ ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഷിനോ റിപ്പോർട്ട് ചെയ്ത് വെച്ച് നോക്കുകയാണെങ്കിൽ മത്സരങ്ങൾ കോഴിക്കോട് കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ വെച്ച് നടത്താനായിട്ട് ബ്ലാസ്റ്റേഴ്സ് എഗ്രിമെന്റ് റീച്ച് ചെയ്തിട്ടുണ്ട്. മാർക്കസ് ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ ഹോം കോഴിക്കോട് ആയേക്കുമെന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ക്ലബ്ബുകൾക്ക് സ്റ്റേഡിയത്തിന്റെ അവൈലബിലിറ്റി ഉറപ്പുവരുത്താൻ കഴിയാത്തത് മൂലം ഐഎസ്എല്ലിന്റെ ഫിക്ചേഴ്സ് ഇനിയും വൈകുമെന്നാണ് പുറത്തേക്ക് വരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. സീസണിൽ 14 ടീമുകൾക്ക് ഓരോ ടീമുകൾക്കും 13 മത്സരങ്ങൾ മാത്രമാണുള്ളത്. അതും ചുരുങ്ങിയ സമയത്തിനുള്ളിൽ എങ്ങനെ ഫെഡറേഷൻ ഇത്തവണത്തെ സീസൺ നടത്തുമെന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടത്.